മകൻ അബു ജോൺ ജോസഫിനെ രാഷ്ട്രീയ പിൻഗാമിയെ അവരോധിക്കാനുള്ള കേരള കോൺഗ്രസ് ചെയർമാൻ പി.ജെ. ജോസഫിന്റെ നീക്കത്തിനെതിരെ സ്വന്തം തട്ടകത്തിൽ തന്നെ പടയൊരുക്കം. കഴിഞ്ഞ ദിവസം നടന്ന ഇടുക്കി ജില്ലാ കൺവെൻഷനും പാറപ്പുഴ മണ്ഡലം കൺവെൻഷനും അടക്കം ബഹിഷ്കരിച്ചുകൊണ്ട് നിയോജകമണ്ഡലം നേതൃത്വം ബഹിഷ്കരണം പ്രഖ്യാപിച്ചതോടെ കേരള കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായി. ഇതോടെ മുൻ നിശ്ചയിച്ച നിയോജകമണ്ഡലം കൺവെൻഷൻ അടക്കം റദ്ദാക്കേണ്ടി വന്നതായാണ് സൂചന. അബു ജോൺ മുതിർന്ന നേതാക്കളെ അടക്കം ഗൗനിക്കാതിരിക്കുകയും തൊടുപുഴ മണ്ഡലത്തിലടക്കം തഴക്കവും പഴക്കവും ചെന്ന നേതാക്കളെ വരച്ചവരയിൽ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണെന്ന് ആരോപിച്ച് നിയോജകമണ്ഡലം നേതൃത്വമടക്കം പാർട്ടി പരിപാടികൾ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയിലാണ്. ജില്ലാ മണ്ഡലം കൺവെൻഷനുകൾ ബഹിഷ്കരിച്ച് നിയോജകമണ്ഡലം പ്രസിഡന്റും ഏറ്റവും മുതിർന്ന നേതാവും അബുവിന് ധാർഷ്ട്യവും താൻ പോരിമയുമെന്ന് വിമർശനം. പി.ജെ. ജോസഫ് കഴിഞ്ഞാൽ തൊടുപുഴയിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവും ജില്ലയിൽ നിന്നുള്ള ഏക സംസ്ഥാന വൈസ് ചെയർമാനുമായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസി ജേക്കബ് എന്നിവർ ഉൾപ്പെട്ടിരുന്ന ജില്ലാ മണ്ഡലം കൺവെൻഷനുകൾ ബഹിഷ്കരിച്ചതായാണ് സൂചന. നിയോജകമണ്ഡല നേതൃത്വം കൂടി എതിരായതോടെ നിയോജകമണ്ഡലം കൺവെൻഷൻ റദ്ദാക്കേണ്ടി വരികയായിരുന്നു. മുതിർന്ന നേതാക്കളടക്കം ജില്ലാ കൺവെൻഷനിൽ നിന്നും വിട്ടുനിന്നതോടെയാണ് പി.ജെ. ജോസഫ് നേരിട്ട് അനുനയ നീക്കവുമായി രംഗത്തിറങ്ങിയത്. എന്നിട്ട് പോലും ജോസഫിന്റെ സ്വന്തം തട്ടകത്തിൽ നിയോജകമണ്ഡലം കൺവെൻഷൻ വിളിച്ചുകൂട്ടാനായില്ല. എന്നു മാത്രമല്ല, പാറപ്പുഴ മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുക്കണമെന്ന ജോസഫിന്റെ നിർദ്ദേശവും നേതാക്കൾ തള്ളി. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം.ജെ. ജേക്കബ് ഉൾപ്പെടെ ജില്ലയിൽ ജോസഫിന്റെ അതിവിശ്വസ്തരും അബു ജോൺ ജോസഫിന്റെ രംഗപ്രവേശനത്തിനെതിരാണ്. പാർട്ടിയിലെ പരിചയക്കുറവിനപ്പുറം അബു ജോണിന്റെ ശൈലിയാണ് നേതാക്കൾ എതിർക്കുന്നത്. മുതിർന്ന നേതാക്കളെയടക്കം അബു ജോൺ പരിഗണിക്കുകയോ മാനിക്കുകയോ ചെയ്യുന്നില്ലെന്നതാണ് നേതാക്കളുടെ അതൃപ്തിക്ക് കാരണം. മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് അബുവിനെ തൊടുപുഴയിൽ പിൻഗാമിയാക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പഴയ വിശ്വസ്തരടക്കം പാറപ്പുഴയിലെ വസതിയിലെത്തി ജോസഫിനോട് പറഞ്ഞതായാണ് സൂചന. മാത്രമല്ല, അബുവിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ മണ്ഡലം നഷ്ടപ്പെടുകയാവും ബലമെന്ന് UDF. കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാനാണ് കേരള കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. ഇതോടെ മുമ്പ് മക്കൾ രാഷ്ട്രീയത്തിനെതിരെ കലാപമുയർത്തി KM മാണി സാറിനെതിരെ പട നയിച്ച പി.ജെ. ജോസഫും ഇപ്പോൾ മകനെ പിൻഗാമിയാക്കാനുള്ള ശ്രമത്തിനിടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഒടുവിൽ പ്രശ്നപരിഹാരത്തിനായി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫിനെ മധ്യസ്ഥനാക്കി രംഗത്തിറക്കിയിരിക്കുകയാണ് പി.ജെ. ജോസഫ്. അല്ലാത്തപക്ഷം സ്വന്തം നിയോജകമണ്ഡലത്തിലെ പാർട്ടി കൺവെൻഷൻ പോലും നടത്താനാകാത്ത സ്ഥിതിയിലാകും പി.ജെ. ജോസഫ്. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ.